ഗോവിന്ദൻകുട്ടി, ഞാൻ കാറി കൊണ്ടുവിടാം ബസ് സ്റ്റാൻഡ് വരെ. ഓ വേണ്ട, ഞാൻ നടന്നു പോക്കോളാം. 2-3 കിലോമീറ്ററിൻ്റെ ഇവിടുന്ന്. ഞാൻ ഒരു പോസ്റ്റ്മാൻ അല്ലായിരുന്നു വിജയ. ഇനി ഞാനങ്ങ് പൊക്കോളാം. ഗോവിന്ദൻകുട്ടിയോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. എന്ത് സഹായം വേണമെങ്കിലും ഗോവിന്ദൻകുട്ടിക്ക് എന്നോട് ആവശ്യപ്പെടാം. ഏത് സമയത്ത് വേണമെങ്കിലും ചോദിക്കാം. ഒട്ടും മടിക്കേണ്ട. എന്ത് തന്നാലും മതിയാവില്ല ഗോവിന്ദൻകുട്ടി. അത്രയ്ക്ക് ഞാൻ ഗോവിന്ദൻകുട്ടിയോട് കടപ്പെട്ടിരിക്കുന്നു. കടപ്പാട് എന്നോട് വേണ്ട, എന്റെ മോളോട് മതി. അവൾ വിശന്നിട്ട് കരഞ്ഞോട്ടെ, സാരമില്ല. അവൾ ചെയ്ത തെറ്റിന് നിങ്ങൾ അടി കൊടുത്തിട്ട് കരഞ്ഞോട്ടെ, സാരമില്ല. അവൾ ഇത്തിരി കഷ്ടപ്പെട്ട് ജോലിയെടുക്കുന്നതിന് കരഞ്ഞോട്ടെ, അതും സാരമില്ല. പക്ഷേ അച്ഛനും അമ്മയും ഇല്ലാന്നോർത്ത് അവളുടെ കണ്ണ് നനയരുത് വിജയ. ഗോവിന്ദൻകുട്ടിയുടെ മോള് ഇന്നു മുതൽ ഞങ്ങളുടെയും കൂടി മോള്. അവക്ക് വേണ്ടതെല്ലാം വേണ്ട സമയത്ത് ഞങ്ങൾ കൊടുക്കും. ഞങ്ങളുടെ സർവ്വസമ്പത്തും സകല സൗഭാഗ്യങ്ങളും അവൾക്കുള്ളതാ. പോട്ടെ, ഇടയ്ക്ക് വരാം. ഗോവിന്ദൻകുട്ടി, ഇതെന്താ വിജയ ഇത്? ഇതിരിക്കട്ടെ ഗോവിന്ദൻകുട്ടി, ചെലവുകളൊക്കെ ഇല്ലേ? എന്റെ മോളെ വിട്ടു നിന്റെ പ്രതിഫലമാണോ ഇത്? ഏയ്, നീ എന്തായി പറയുന്നത് ഗോവിന്ദൻകുട്ടി? ഒരിക്കലുമല്ല. എന്റെ ഒരു സന്തോഷത്തിന്. വേണ്ട വിജയ, ഇത് വിജയന്റെ കയ്യിൽ തന്നെ ഇരുന്നോട്ടെ. വരട്ടെ, കാണാം. നീ എവിടെ പോയിട്ട് വരുവാ? ഇവിടെ ഇല്ലായിരുന്നോ? ഞാനിപ്പോ ഒന്ന് പുറത്തോട്ടിറങ്ങിയുള്ളൂ അമ്മേ. ഗോവിന്ദൻകുട്ടി എന്തി? പോയെന്നോ? അമ്മയോട് പറയണമെന്ന് പ്രത്യേകം പറഞ്ഞിരുന്നു. നേരിട്ട് പറഞ്ഞാ അമ്മ വിട്ടില്ലെങ്കിലും ഒന്ന് പേടി. ഞാനൊന്ന് കുളിക്കാൻ പോയ നേരം കൊണ്ട് അമ്മ പോയി കളഞ്ഞോ? നീ എന്തിനാ വിട്ടത്? അതും ഇത്രയും വൈകിയ നേരത്ത്, ഇത്തിരി ഇല്ലാത്തൊരു കൊച്ചിനെയും കൊണ്ട്. ഓ അമ്മേ, വിജയ, ദേ ഗോവിന്ദൻകുട്ടിയുടെ കുഞ്ഞാ മുറി കിടന്നുറങ്ങുന്നു. നീയല്ലേ പറഞ്ഞ ഗോവിന്ദൻകുട്ടി പോയെന്ന്? ഞാൻ സത്യ പറഞ്ഞത്. പിന്നെങ്ങനെ ആ കുഞ്ഞിവിടെ? ഗോവിന്ദൻകുട്ടി മറന്നു വെച്ചിട്ട് പോയോ? അമ്മേ, ഞാൻ പറയാം. അമ്മയ്ക്ക് കേൾക്കാനും ഉൾക്കൊള്ളാനുമുള്ളൊരു മനസ്സ് വേണം. ഗോവിന്ദൻകുട്ടിയുടെ മോളെ നമ്മൾ ദത്തെടുത്തത് അമ്മേ. ഇനി മുതൽ അവള് വിടയാ. നീ എന്തേ പറയുന്നേ? ദത്തെടുത്തെന്നോ? കുഞ്ഞിനെ തരുമെന്ന് ഞങ്ങൾ ചോദിച്ചു, ഗോവിന്ദൻകുട്ടി തന്നു. ഇതിനെ ദത്തെടുക്കാൻ നല്ലത് പിന്നെന്താ പറയാ? നമ്മളും ഗോവിന്ദൻകുട്ടി അന്യരൊന്നുമല്ലല്ലോ. അല്ല വിജയ, നിനക്കതിന്റെ ആവശ്യം എന്താ? അതാ എനിക്ക് മനസ്സിലാവാത്ത. നിനക്ക് മക്കളുണ്ടാകത്തില്ലെന്ന് ഒരു ഡോക്ടറും പറഞ്ഞിട്ടില്ല. അവൾക്കല്ലേ കുഴപ്പം. അതിന് നീ എന്തിനാ വല്ലവന്റെ മക്കളെ ചുമക്കുന്നേ? അത് ഒരു പെൺകുഞ്ഞിനെ. കൂലിയില്ലാത്ത ചുമടല്ലാടാത്. അമ്മേ, ഇന്ന് മുതൽ ആ കുഞ്ഞ് എൻ്റെ രത്നമ്മയുടെ മോള. അമ്മ ഇനി ആ കുഞ്ഞിനെ അങ്ങനെ കാണാവൂ. എന്റെ കണ്ണിന് തിമിരമൊന്നുമില്ല അങ്ങനെ കാണാൻ.
എന്റേതും വല്ലവന്റെയും തമ്മിൽ എനിക്ക് തിരിച്ചറിയാം. ദത്തെടുത്തോണ്ട് വന്നിരിക്കുന്നു, നാണം കെട്ടവൻ. അവള് നിന്റെ അടുത്ത് തലയണ മന്ത്രം ജപിച്ച് ചെയ്യിച്ചതായിരിക്കും. സുനിതയെ നീ കല്യാണം കഴിക്കുമെന്ന് കണ്ടപ്പോ അവളുടെ 18ാമത്തെ അടവ്. ഞാൻ സമ്മതിക്കില്ല. ഞങ്ങൾക്ക് തൃപ്തിയാണെങ്കിൽ പിന്നെ അമ്മയ്ക്ക് എന്താ? എന്താന്നോ, പുത്തമ്പരിക്ക കുടുംബം അന്യം നിന്ന് പോകേണ്ട കുടുംബമല്ല. വഴിയെ പോവന്റെ കൊച്ചിനെ ദത്തെടുത്ത് വാഴിക്കേണ്ട ഗതികേടുമില്ല. കൊള്ളാവല്ലോ ഇവളുടെ അഭ്യാസം. ഇവൾക്ക് കൊച്ചിനെ വളർത്തണമെങ്കിലേ നൊന്ത് പ്രസവിക്കട്ടെ. അല്ലാതെ നാടുകാരുടെ കൊച്ചിനെ എടുത്ത് നിന്റെ തലയിലോട്ട് വെക്കുകയല്ലേ വേണ്ടത്. ഇതെന്റെ വീടാ, ഇത് ഇവിടെ പറ്റില്ല. അമ്മയ്ക്ക് ഇഷ്ടമില്ലെങ്കിൽ പറഞ്ഞാൽ മതി, ഞങ്ങൾ ഇവിടുന്ന് മാറി താമസിച്ചോളാം, ഏതെങ്കിലും വാടക വീട്ടിലോട്ട്. അമ്മയെ ഉപേക്ഷിക്കാം, വല്ലവന്റെ കുഞ്ഞിനെ വേണ്ടെന്ന് വെക്കാൻ പറ്റില്ല അല്ലേ? ആരുപേക്ഷിച്ചു അമ്മേ? ഇവിടെ താമസിക്കാൻ പറ്റില്ലെന്ന് അമ്മ പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ ഇറങ്ങി പോകും, അത്ര തന്നെ. എന്തൊരു ഉറക്കാൻ നോക്കിയേ. പാവം, നാളെ നേരം വെളുക്കുമ്പോ ഗോവിന്ദൻകുട്ടിയെ കാണാണ്ട് കരഞ്ഞ ബഹളം വയ്ക്കുവോ? അതൊന്നും സാരമില്ല, നമുക്ക് ആശ്വസിപ്പിക്കാം. അമ്മയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല, ആകെ അന്തം വിട്ടിരിക്കുക. നമ്മളൊരു കുഞ്ഞിനെ ദത്തെടുക്കുന്നൊന്നും അമ്മ കരുതിയില്ല. ഇവളെ അമ്മയ്ക്കും ഇഷ്ടപ്പെട്ടോളും. ആദ്യത്തെ ഞെട്ടലൊക്കെ മാറട്ടെ. ഗോവിന്ദൻകുട്ടിക്ക് വലിയ വിഷമാ അല്ല രത്നം? ഓ, ഇനി അതൊന്നും ആലോചിക്കണ്ട, ആ പേര് പോലും പറയണ്ട. ഇവള് ഗോവിന്ദൻകുട്ടിയൊന്നും മറന്നാ മതിയായിരുന്നു. ഇനി മുതൽ ഇവള് നമ്മുടേതല്ല വിജയേട്ടാ, നമ്മുടെ സ്വന്തം മകൾ. ഇവൾക്ക് ഒരു പേരിടണ്ടേ വിജയേട്ടാ? പേരുണ്ടല്ലോ, മാളൂട്ടി. അതൊരു പഴയ സിനിമ പേരല്ലേ? വേറെ നല്ലൊരു പേരിടാം. ഇത്രയും നാള് വിളിച്ചോണ്ടിരുന്ന പേര് മാറ്റാനോ? എല്ലാം മാറ്റണം. പഴയതൊന്നും ഇവൾക്ക് വേണ്ട. ഗോവിന്ദൻകുട്ടി കൊണ്ടുവന്ന ഡ്രസ്സ് പോലും വേണ്ട. എല്ലാം പുതിയത്. വീട്, അച്ഛൻ, അമ്മ, ഉടുപ്പുകൾ, എല്ലാം. ആ കൂടെ എന്തിനാ പഴയൊരു പേര്? കഴിഞ്ഞതെല്ലാം ഇവള് മറക്കണം, എല്ലാം. അങ്ങനെ മറക്കുവോ? 2.5 വയസ്സല്ലേ ഉള്ളൂ. ക്രമേണ ക്രമേണ എല്ലാം ഇവളുടെ ഓർമ്മയിന്ന് മാഞ്ഞു പൊയ്ക്കോളും. അതുകൊണ്ടാ പറഞ്ഞത് പുതിയൊരു പേരിടണമെന്ന്. നാളെ മുതല് ഇവള് പുതിയൊരു പേരിൽ വേണം അറിയപ്പെടാൻ. വിജയേട്ടൻ നല്ലൊരു പേര് പറ. ബിന്ദു. ബിന്ദു, രമ്യ, സിന്ധു, സൗമ്യ, സ്വപ്ന
ഇങ്ങനെയുള്ള പേരുകളൊന്നും വേണ്ട. നല്ല ഈടുള്ള ഒരു പേര്, അർത്ഥമുള്ള പേര്, കാലാകാലങ്ങളായി ഉപയോഗത്തിലിരിക്കുന്ന ഒരു പേര്. വസുന്ധര. പോ വിജയേട്ടാ, ഈ കുഞ്ഞിന്റെ പേരാണോ വസുന്ധര? മണ്ടോദരി എന്ന് പറയാതിരുന്ന ഭാഗ്യം. സീത. 2 അക്ഷര പേര് വേണ്ട, ഈടില്ല. സീതാലക്ഷ്മി. വേറൊന്നു പറ. നീ പറ, ഞാനെന്താ പേര് ബാങ്കിന്റെ ഓണറോ? ഐശ്വര്യ. അതിന് നീ പറയുന്ന ഈടൊന്നുമില്ല. അർത്ഥവും ഭംഗിയില്ലേ വിജയേട്ടാ? ഞാനൊരു സിമ്പിൾ പേര് പറയട്ടെ. പറ, കേക്കട്ടെ. ജാനകി. ഛേ, അതൊരു കോമൺ നെയിം അല്ലേ? അതൊറ്റയ്ക്ക് നിൽക്കുമ്പോ ഡോക്ടർ ജാനകി വിജയരത്നം, അഡ്വക്കേറ്റ് ജാനകി വിജയരാഘവൻ, എന്താ ഒരു പവർ! മുതിർന്നു കഴിയുമ്പോ നല്ലതാ, പക്ഷെ ഒരു കുഞ്ഞിനെ വിളിക്കുമ്പോ ജാനി, ജാനിക്കുട്ടി. ജാനി, ജാനിക്കുട്ടി. കൊള്ളാം. ജാനി, ജാനി മോളെ, ജാനിക്കുട്ടി. നല്ലതാണല്ലോ വിജയേട്ടാ. അർത്ഥവും നല്ലതാ. ജാനകി, ഭൂമിപുത്രി, ജനകന്റെ മകൾ, സാക്ഷാൽ സീതാദേവി. ഈ പേര് ഉറപ്പിക്കട്ടെ? ഉറപ്പിച്ചു. ജാനി, മോളെ, 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 എന്തു പറ്റി കണ്ണ? എനിക്ക് അച്ഛനെ കാണണം, എനിക്ക് അച്ഛനെ കാണണം, എനിക്ക് അച്ഛനെ കാണണം. വേണ്ട, എന്റെ അച്ഛനവിടെ.
എന്തു പറ്റിയത്? മോൾ എണീറ്റ് വാതിക്ക് പോയിന്ന് കരച്ചില്ല വിജയേട്ടാ. നമ്മൾ അറിഞ്ഞില്ല. മോളെന്തിനാ കരഞ്ഞത്? എന്റെ അച്ഛനെ കാണായിട്ടാ. എന്റെ അച്ഛൻ എവിടെ? അത്രേ ഉള്ളോ? ഇത് രാത്രിയല്ലേ, നേരം വെളുക്കട്ടെ. മോൾക്ക് അച്ഛനെ കാണിച്ചു തരാലോ? കാണിച്ചു തരോ? നേരെ ഒന്ന് വെളുത്തോട്ടെ കേട്ടോ. നമുക്ക് രാവിലെ അച്ഛൻ്റെ അടുത്ത് പോവാട്ടോ. ഇപ്പൊ പോവാം. ഇപ്പൊ അച്ഛൻ വേറെ മുറി കിടന്ന് ഉറങ്ങിപ്പോയില്ലേ, അതുകൊണ്ടല്ലേ. നമുക്ക് കിടക്കാം. വേണ്ട, കിടക്കുന്ന. വിജയേട്ടാ, മോൾക്ക് കിടക്കണ്ട. വിജയേട്ടൻ കിടന്നു. ഞാനും മോളും ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നോളാം. ശരി. അച്ഛൻ രാവിലെ വരോ? പിന്നെ വരാതെ എവിടെ പോവാനാ? എന്റെ മോളെ ഇട്ടിട്ട് പോവൂ അച്ഛൻ. ഇല്ല. ഉം. വിജയേട്ടാ, എണീക്കാറായില്ലേ വിജയേട്ടാ? വിജയേട്ടാ, അയ്യോ മോളെവിടെ വിജയേട്ടാ? മോള് വിജയേട്ടൻ്റെ അടുത്ത് ചേർത്ത് കടത്തിട്ടല്ലേ ഞാൻ പോയത്. മോളെ, മോളെ, ശ്ശോ, മോളെ, മോളെ, ഇവിടുന്ന് എങ്ങോട്ട് പോവാനാ? മോളെ, 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 മോളു, ചക്കരെ, നീ എവിടെയാ? അമ്മേ, മോളെ കണ്ടോ? ആരുടെ മോള്? ഏത് മോള്? ഇന്നലെ ഇവിടെ കൊണ്ടുവന്ന കുട്ടിയുടെ കാര്യം പറഞ്ഞ്. ആ, ഞാൻ കണ്ടില്ല. ഇറങ്ങിപ്പോയോ? അയ്യോ, മോളെ, 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 മോളെ. മോളെ, എന്റെ മോളെ, നീ ഞങ്ങളെ പേടിപ്പിച്ച് കളഞ്ഞല്ലോ. എന്തിനാ മോൾ ആരോടും മിണ്ടാതെ ഇറങ്ങിപ്പോന്നെ? അച്ഛൻ അവിടെ, അങ്ങോട്ട് പോവാം. അയ്യോടാ, മോൾ അത് നോക്കാൻ വന്നതാണോ? എനിക്ക് അച്ഛൻ്റെ അടുത്ത് പോകണം. ഇവിടെയുണ്ടൊരച്ഛൻ, ദേ നിൽക്കുന്നു. വേണ്ട, എന്റെ അച്ഛനെ
ഒച്ചൂ കൊണ്ടുപോവാലോ. ആദ്യം നമുക്ക് പല്ല് തേക്കണം, കുളിക്കണം, വല്ലതും കഴിക്കണം, പുതിയ ഡ്രസ് ഇടണം, എന്നിട്ട് പോവാട്ടോ. പ്രശ്നാവോ? ആദ്യം ഇങ്ങനെയൊക്കെയാ വിജയേട്ടാ, പതിയെ പതിയെ മെരുക്കിയെടുക്കാം. മോളു ആരോടും മിണ്ടാതെ ഇങ്ങനെ പോകരുത് കേട്ടോ. എന്റെ അച്ഛൻ അവിടെ? അച്ഛനോ? ഞാനല്ലേ മോളുടെ അച്ഛൻ? അല്ല. മോളു, ഇത് മോളുടെ അച്ഛനാട്ടോ. അല്ലല്ലോ, എന്റെ അച്ഛനല്ല. മോൾ അച്ഛനൊന്ന് വിളിച്ചേ, അച്ഛൻ വിളിയേക്കോന്നറിയാലോ. അച്ഛാ.